ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പല എക്സാംസിനും ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ആയിട്ട് തിരിച്ചും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഇതിനെ രണ്ടായിട്ട് തിരിച്ച് ആദ്യം തന്നെ ഇതിൻ്റെ റീസണിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള റീസൺസും പിന്നെ അതിൻ്റെ ഫസ്റ്റ് മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സും ആയിരിക്കും നമ്മൾ മെയിനായിട്ട് കവർ ചെയ്ത് പോകാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ റീസൺ ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ഇത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഇവിടെ ബ്രിട്ടീഷ് റൂളായിരുന്നു. ബ്രിട്ടീഷ് റൂൾ കഴിഞ്ഞ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, August 15, 1947 നമുക്ക് എന്ത് കിട്ടിയത്, ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മളടുത്ത് കുറച്ച് റൂൾസ് അവർ ഫുഡ് ഫോർവേഡ് ചെയ്തിരുന്നു. അതിന് നമ്മൾ എന്താണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് അവർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഓഫ് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് അവർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, ഇവിടെ ഗവർണിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതും. അതായിരുന്നു നമ്മളെ മെയിൻ ഗവർണിങ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് പുതുതായിട്ടൊരു ഡോക്യുമെൻ്റ് കൊണ്ടുവരണം, അതിൽ നമ്മൾ എല്ലാ റൂൾസിനെ കുറിച്ചും പറയണം എന്നൊക്കെ ഉള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചത്, ഇന്ത്യക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലോട്ട് എത്തിയത്. അത് മെയിൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അവരിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടി, നമുക്കപ്പോൾ കൊളോണിയൽ റൂള് മാറി നമുക്ക് ഇന്ത്യയുടെ സെൽഫ് റൂള് വരാൻ തുടങ്ങി. അപ്പം അത് വരാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ് പഴയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഫ് 1935 ആയിരുന്നു. അതിന് പകരം നമ്മളേതായിട്ടുള്ള ഒരു പുതിയ ന്യൂ ഗവർണിംഗ് ഡോക്യുമെൻ്റ് അതുകൊണ്ട് മറ്റേതിനെ റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. അത് മാത്രമല്ല, കാരണം നമ്മളിവിടെ എന്തായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അണ്ടറിലുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം ചേർന്നിട്ടല്ല, അവിടെ അല്ലാത്ത കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതായത് രാജ്യഭരണം നടക്കുന്ന സ്ഥലങ്ങൾ, അതായത് ബ്രിട്ടീഷിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന സ്ഥലങ്ങളും ബാക്കി കുറേ സ്ഥലങ്ങൾ എന്തായിരുന്നു, അവിടെ രാജഭരണം അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അവരെയും കൂടെ ചേർത്താണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു റൂള് വെച്ച് കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഇതിൻ്റെ കൂടെ അതുകൊണ്ട് ചേരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാനുള്ള ചാൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളും പ്രിൻസ്ലി സ്റ്റേറ്റിലുണ്ടായിരുന്ന എല്ലാവരും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറിലോട്ട് കടക്കാമെന്നും, പിന്നെ അവിടെ ഇനിയിപ്പോൾ അവരെല്ലാവരെയും യൂണിഫൈ ആയിട്ടും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട്, അതായത് ഒരു സിംഗിൾ നാഷനായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് വേണം. ആ റൂൾസ് ഉണ്ടാക്കാമെന്നും, അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കാമെന്നും എല്ലാം കൂടെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, അതായത് നമുക്ക് നേരത്തെ ബ്രിട്ടീഷിൻ്റെ അണ്ടറിലായിരുന്നു, ഇപ്പോൾ നമുക്ക് ഡെമോക്രസി കിട്ടി. അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ് ആണ് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവരെല്ലാം പവർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഇന്ന ആൾക്ക് ഇന്ന പവറാണ്, പ്രസിഡൻറ്റിനാണെങ്കിൽ ഇന്ന പവർ, ഗവർണറിനാണെങ്കിൽ ഇന്ന പവർ, ചീഫ് മിനിസ്റ്ററാണെങ്കിൽ ഇന്ന പവർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവരുടെ പവറും റെസിസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ പീപ്പിളിൻ്റെ പവർ, പീപ്പിളിന് എന്തൊക്കെ റൈറ്റ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ റൈറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാം എന്നുള്ളതെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഡിഫൈൻ ചെയ്യാനും നമ്മൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ പവർ, ഇന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇന്ന പവറുണ്ട്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അത് അവരങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് തിരിച്ച് ചെയ്യാം. അതായത് ഒരു ബേസിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെക്ക് ആൻഡ്
ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതിൻ്റെ പുറത്താണ് ഇത് ഫുള്ള് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് അവർ ചെയ്തുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും ഈ കോൺസ്റ്റിറ്റ്യൂഷനിലും കൂടെ ആഡ് ചെയ്ത് തരും. അതായത് അത് നമ്മളെ ഒരു പവറാണ്. ഇപ്പോൾ അവർ മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവരെ മാറ്റി വേറെ ഒരാളെ കയറ്റാനോ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാനോ ഉള്ള എല്ലാ റൈറ്റും വരുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പം എല്ലാവർക്കും ഒരു ഇയാൾ നല്ലോണം ചെയ്യും, ഇല്ലെങ്കിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്യും എന്നൊക്കെ ഉള്ള ഇതിലാണ് നമ്മളെന്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഇതിലോട്ട് എത്തിയത്, തീരുമാനത്തിലോട്ട് എത്തിയത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സോഷ്യൽ ജസ്റ്റിസ്, അതായത് എല്ലാവരും പിന്നെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി, അതായത് എല്ലാവരും ഒരേപോലെയാണ്, ആർക്കും ഒരു മേധാവിത്വം ഇല്ല, എല്ലാവർക്കും ഒരേപോലെയാണ് റൂൾസ് എല്ലാം വരുന്നത് എന്നെല്ലാം കാണിക്കുന്ന എന്നെല്ലാം നമുക്കൊരു റിട്ടേൺ ആയിട്ട് ഡോക്യുമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ പുറത്താണ് ഇവിടെ ഫുൾ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം കാണിക്കാനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റൂൾസ് ഓഫ് ലോ, അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റൂൾസ് ഓഫ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ്, ഒരു റൂൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവർക്കും ഒരേപോലെയാണ് റൂൾസ്, ഒരേപോലെയാണ് ബാധകം. പിന്നെ അവർക്ക് എല്ലാവർക്കും ജസ്റ്റിസ്, ഈക്വലായിട്ട് ഫെയർനെസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നമുക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ബേസിസിലാണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം എന്ന തീരുമാനത്തിലോട്ട് എത്തിയത്. അപ്പോൾ അതിൻ്റെ കാര്യം അതാണ് മെയിനായിട്ട് ഇതിൻ്റെ പുറകിലുള്ള റീസൺ. അത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉള്ള മെയിൻ റീസൺസ് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ മേക്കിംഗ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്തത്. ആ മേക്ക് ചെയ്തതിനെ തന്നെ ഞാൻ ഇവിടെ ഒരു 9 സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വന്ന സ്റ്റെപ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ എടുക്കുന്നില്ല. നമ്മൾ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ 9 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ആ ഓരോ സ്റ്റേജിലുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. അപ്പം നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആദ്യം ഉണ്ടാക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അവരെല്ലാം കൂടെ പങ്കാളിത്തം കൊണ്ടുവന്ന് എല്ലാവർക്കും ഉള്ള സജഷൻസ് എല്ലാം എടുത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എടുക്കുന്ന, അതാണ് നമ്മളെ ഫ്രണ്ടിലുള്ള ചലഞ്ചസ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്ത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കി. അതെന്താ, 1946 നമ്മൾ എന്ത് ചെയ്തത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയത്. ഇതെന്താ ഇതിൻ്റെ. അപ്പോൾ അടുത്ത ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കി അതിൻ്റെ ഐഡിയ ഒറിജിൻ എന്തുവാണ്, പ്രപ്പോസ്ഡ് ബൈ നാഷണൽ കോൺഗ്രസ്. എന്ത് ചെയ്ത് 1934 തന്നെ ഇത് പ്രപ്പോസ് ചെയ്തായിരുന്നു. 1934 പ്രപ്പോസ് ചെയ്തിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് ഒഫീഷ്യലായിട്ട് എപ്പോൾ നമുക്ക് അംഗീകാരം തന്നു, 1946 നമുക്ക് അംഗീകാരം തന്നു ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്യാനും. അവരെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വെച്ചിട്ടാണ് നമുക്ക് അംഗീകാരം തന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ ഉണ്ടാക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവിൽ, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ള ഇതിൽ നമ്മളെത്തി. ഇനി അടുത്ത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡയറക്റ്റ് എലക്ഷൻസ് ആണ് നമ്മൾ നടത്തിയത്. പ്രൊവിൻഷ്യൽ അസംബ്ലിയിലെല്ലാം ഇൻഡയറക്റ്റ് എലക്ഷൻ നടത്തി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ ഇൻഡയറക്റ്റ് എലക്ഷൻസ് എല്ലാം നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻഡയറക്റ്റ് എലക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് എത്ര പേരെ കിട്ടി, 389 മെമ്പേഴ്സാണ് നമ്മൾ ഒറിജിനലി ഉണ്ടായിരുന്നത്. അതായത് ഇൻഡയറക്റ്റ് എലക്ഷൻ വഴിയൊക്കെ നമുക്ക് 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 389 തന്നെ സ്പ്ലിറ്റ് ഉണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 292 പേര്, 292 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രോവിൻസസിൽ നിന്നുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ബ്രിട്ടീഷ് പ്രോവിൻസസ്, അതായത് ബ്രിട്ടീഷിൻ്റെ അണ്ടറിലുള്ള പ്രോവിൻസസിൽ നിന്നുള്ളവരായിരുന്നു എത്ര പേര്, 292 പേര്. അതിൽ തന്നെ 11 ഗവർണർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ബാക്കി 93 എന്ന് പറഞ്ഞാൽ
പ്രോവിൻസസിൽ നിന്നായിരുന്നു. അതായത് രാജഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഒരാളെ കീഴിലായിരുന്നു അവിടുത്തെ രാജ്യം. അപ്പോൾ അവർ ഇന്ത്യയിലൂടെ ചേരുമ്പോൾ അവിടെ നിന്നുള്ള പ്രതിനിധികളും കൂടെ എന്ത് ചെയ്യും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ വരും. അപ്പം അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു? അങ്ങനെ 93 പേരുണ്ടായിരുന്നു. പിന്നെ 4 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവർണേഴ്സ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിലെ ഗവർണേഴ്സ് ആയിരുന്നു 4 പേര്. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് എന്ത് ചെയ്തത്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉള്ള ആൾക്കാരെണ്ണം 389 എന്ന് പറയുന്ന മെമ്പേഴ്സിലോട്ട് എത്തിയത്. ഇതിൽ നമുക്ക് അറിയേണ്ടത് 17 വുമൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 389 17 പേരെന്തായിരുന്നു, വുമൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ എണ്ണം. ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ പോസ്റ്റ് പാർട്ടിസിപ്പേഷനൊക്കെ ആയപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു, 299 മെമ്പേഴ്സൊക്കെ ആയിട്ട് റെഡ്യൂസ് ആയായിരുന്നു. പക്ഷേ ഇത്രയും പേരാണ് നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ പരിപാടിക്കും കാണാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഈ കണക്ക് കുറയുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതെന്തായിരുന്നു, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിഫറെൻറ്റ് റീജിയൻസ് ആയിരുന്നു, എല്ലാവർക്കും ഡിഫറെൻറ്റ് റിലീജിയൻ ആയിരുന്നു, കാസ്റ്റ് വേറെ ആയിരുന്നു. അപ്പോൾ കാസ്റ്റൊക്കെ ഉള്ള സമയമായിരുന്നല്ലോ, കാസ്റ്റൊക്കെ അപ്പം എല്ലാവരും നോക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ കാസ്റ്റ് വ്യത്യാസമുള്ളവരുണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ഐഡിയോളജി വ്യത്യാസമുള്ളവരുണ്ടായിരുന്നു, ലാംഗ്വേജ് വ്യത്യാസമുള്ള, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എങ്കിലും എല്ലാം കൂടെ സോൾവ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എടുത്തത്. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും പേരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. അപ്പം 1946 ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആക്ടിൻ്റെ അണ്ടറിൽ 1935 അണ്ടറിലാണ് ചെയ്തത്. ഇൻഡയറക്റ്റ് എലക്ഷൻ വഴിയാണ് എടുത്തത്. 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 297 പേരും ബ്രിട്ടീഷ് പ്രോവിൻസസിൽ നിന്നുള്ളവരും 93 പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുള്ളവരും 4 ചീഫ് കമ്മീഷണർമാരുമായിരുന്നു. അതിൽ തന്നെ 17 വുമൻസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം നമുക്കറിയാൻ, ഇതിൽ മെയിനായിട്ട് അറിയാനുള്ളത് സ്റ്റെപ്പ് 1. ഇനി അടുത്ത് സ്റ്റെപ്പ് 1 അല്ല, സ്റ്റേജ് 1. ഇനി അടുത്ത് വരുന്നത് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, നമ്മൾ സ്റ്റേജ് 2 പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഒറിജിനേറ്റ് ചെയ്തത് എപ്പോഴെന്ന് ചോദിച്ചാൽ 6th ആണ്. ഒറിജിനേറ്റ് ചെയ്തത് 6th ഡിസംബറിലാണ് 1946 എന്ത് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒറിജിനേറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് സെഷൻ നടന്നത് എപ്പോഴെന്ന് ചോദിക്കുമ്പം നമ്മൾ പറയുന്ന പേരാണ് 19th ഡിസംബർ 1946. പേരല്ല, ഡേറ്റാണ് 19th ഡിസംബർ 1946. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഫസ്റ്റ് സെഷൻ എപ്പോഴാണെന്ന് ചോദിച്ചാൽ 9th ഡിസംബർ 1946. ഒറിജിനേറ്റ് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 6th ഡിസംബർ 1946 ഒറിജിനേറ്റ് ചെയ്തത്. അപ്പം അതിൽ നമുക്ക് ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പം തന്നെ ഒരു പ്രസിഡൻ്റ് ഒന്നും നമുക്ക് കാണത്തില്ല. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്തു, ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് മെമ്പറിനെ ആണ് നമ്മൾ എന്തായിട്ട് ഒരു ആക്ടിങ് പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഒരു ഇൻറ്റേൺ ചെയർമാനായിട്ട് ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്ത ആളുടെ പേരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ആ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർ. അതുകൊണ്ട് തന്നെ ആ ടെമ്പററി പ്രസിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ചെയർമാനായിട്ട് ആരെ സജസ്റ്റ് ചെയ്തു, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു അടുത്ത സെക്ഷനിൽ അല്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് മീറ്റിംഗ്, അതായത് 11th ഡിസംബറിൽ 1946 നടന്ന മീറ്റിങ്ങിൽ, അത് ഫസ്റ്റ് സെക്ഷൻ്റെ തന്നെ രണ്ടാമത്തെ മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്തു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്തായിട്ട് സെലക്ട് ചെയ്തു, നമ്മളെ എലക്റ്റഡ് ചെയർമാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, രാജേന്ദ്ര പ്രസാദിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്, നമ്മൾ സീനിയർ മോസ്റ്റ് മെമ്പറിനെയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ടെമ്പററി പ്രസിഡൻ്റായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വന്നു. ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് എലക്റ്റഡ് പ്രസിഡൻ്റായിട്ട് ആരാണ് വന്നത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് വന്നത്. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതിൽ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അസംബ്ലി ഇനിഷ്യലി ആദ്യം എന്ത് ചെയ്തു, അവരിതുമായിട്ട് പങ്കെടുത്തില്ല, അവരിത് ബോയ്ക്കോട്ട് ചെയ്തു. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, ഈ പരിപാടി എന്തായാലും ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ചെയ്തത് ആദ്യം. പിന്നെ അടുത്ത് ഇതിൽ പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തേർഡ് മീറ്റിംഗ് ആണ്.
നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മീറ്റിംഗ് പറഞ്ഞു. ഫസ്റ്റ് മീറ്റിംഗ് 19th ആയിരുന്നു, അതാണ് സെക്ഷൻ തുടങ്ങിയത്. പിന്നെ സെക്കൻഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 11th ഡിസംബറിനായിരുന്നു. അന്നാണ് രാജേന്ദ്ര പ്രസാദിനെ നമ്മൾ എന്തായിട്ട് എലക്ടഡ് ചെയർമാനായിട്ട് സെലക്ട് ചെയ്തത്. അടുത്ത തേർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് 13th ഡിസംബറിലാണ് നടന്നത്. 13th ഡിസംബറിലാണ് തേർഡ് മീറ്റിംഗ് നടന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിലെന്ന് പറഞ്ഞാൽ തേർഡ് മീറ്റിങ്ങിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇതിലോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ പിന്നെ പ്രിയാമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഈ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? 13th ഡിസംബറിൽ, അതായത് തേർഡ് മീറ്റിങ്ങിന് എന്ത് ചെയ്തു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലെറ്റർ എന്തായിട്ട് കൺവേർട്ട് ചെയ്തത്? പ്രിയാമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത് 13th ഡിസംബറിലാണ്. ഫസ്റ്റ് എലക്ടഡ് ചെയർമാൻ ആരായിരുന്നു എന്ന് വെച്ചാൽ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. എപ്പോഴാണ് എലക്ട് ചെയ്തതെന്ന് വെച്ചാൽ 11th ഡിസംബർ 1946 ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഫസ്റ്റ് സെക്ഷൻ എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ 9th ഡിസംബർ 1946. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ സ്റ്റേജ് 3 പോവുകയാണ്. അടുത്ത് നമ്മൾ സ്റ്റേജ് 3 വരുമ്പോൾ നമ്മൾ നോക്കാനുള്ളത്, ഇവിടെ കുറേ കമ്മിറ്റീസ് നമ്മൾ ഫോം ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പല കമ്മിറ്റീസ് ഫോം ചെയ്തു. അതിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അല്ലാതെ കുറച്ച് കമ്മിറ്റീസ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ തന്നെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് സെക്ഷനിലാണ് നടന്നത്. അപ്പോൾ സെക്കൻഡ് സെക്ഷൻ എന്നാണ് നടന്നതെന്നുള്ളത് ചോദ്യമായിട്ട് വരും. അത് നടന്നതെന്ന് പറഞ്ഞാൽ ജാനുവരി 20, 1947 എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ സെക്കൻഡ് സെക്ഷൻ നടന്നത്. അപ്പോഴാണ് നമ്മൾ കുറേ കമ്മിറ്റി ഫോം ചെയ്തത്. അങ്ങനെ 13 മേജർ കമ്മിറ്റിയാണ് നമ്മൾ അവിടെ ഫോം ചെയ്തത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പറയുന്നത്. ഒരു 5 ഞാൻ പറയാം. ആദ്യം തന്നെ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 9 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 9 മെമ്പേഴ്സാണ് ഏതിലുണ്ടായിരുന്നത്? യൂണിയൻ പവർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര അറിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. യൂണിയൻ പവർ കമ്മിറ്റിയിലെ 9 മെമ്പേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയും. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ഹെഡല്ല, ചെയർമാൻ. ഇതിൽ ടോട്ടൽ 25 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഡിവിഷനും എത്രയൊക്കെ ബൗണ്ടറി വരണം എന്നൊക്കെ ആദ്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കാനായിട്ട് നമ്മൾ 25 മെമ്പറുള്ള സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഫോം ചെയ്തു. അതിൻ്റെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും മെമ്പേഴ്സ് വരാൻ കാരണം ഇതിനെ ഓരോ സ്റ്റേറ്റിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അവിടുത്തെ നമുക്കിപ്പം അവിടെ കൺട്രോൾ ചെയ്യാനും അവിടെ റൂൾ ചെയ്യാനും എളുപ്പത്തിനായിട്ട്, റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് അവരെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്രയും വലിയൊരു മെമ്പേഴ്സുള്ള ഒരു കമ്മിറ്റി അവിടെ ഫോം ചെയ്തത്. പിന്നെ അടുത്ത് നമ്മൾ മേജറായിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ മൈനോറിറ്റി. ഇതിന് നമ്മൾ അല്ലെങ്കിൽ പറയും കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി എന്നും പറയും. ഇതിൻ്റെ ഹെഡ് ആര് തന്നെയായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ ആയിരുന്നു. ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിലും മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. ഇതിൽ 54 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്തൊക്കെ റൈറ്റ്സ് ആണ് വരേണ്ടത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും മൈനോറിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ഈ കമ്മിറ്റിക്ക് വേണ്ടി 54 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെയർമാൻ ആയിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ ആയിരുന്നു. പിന്നെ അടുത്ത് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അതിൽ 3 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഡോക്ടർ കെ എം മുൻഷി ആയിരുന്നു അതിൻ്റെ ചെയർമാന്. ശ്രീ ഗോപാലസ്വാമി അയ്യങ്കാറും ഉണ്ടായിരുന്നു. വിശ്വനാഥ് ദാസും അതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ 3 പേര് ചേർന്നിട്ടുള്ള
സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി ഓൺ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തായിരുന്നു. അതിൽ 15 മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് അറിയാനുള്ള കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ. 13 ഉള്ളതിൽ മേജർ കമ്മിറ്റീസ് മാത്രമേ നമ്മളിവിടെ നോക്കിയിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത് വരുന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടാണ് നമ്മൾ ആര് ചൂസ് ചെയ്തത്? ഡോക്ടർ BR അംബേദ്കറിനെ ചൂസ് ചെയ്തത്. ഇതും ആഗസ്റ്റ് 1947 ഇത് ആദ്യം ഈ കമ്മിറ്റി ഇല്ലായിരുന്നു, പിന്നെയാണ് ഈ ഒരു കമ്മിറ്റി ഉണ്ടായത്. അതായത് ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ റൂൾസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എടുക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തത്. ഇവരാണ് എന്ത് ചെയ്തത്? ഒരു ഫുൾ സെറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേര് പറയുന്നത്. BR അംബേദ്കർ ആയിരുന്നു ഏത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ. അപ്പോൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എല്ലാവരും മനസ്സിലാക്കി കാണുമല്ലോ. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കമ്മിറ്റിയിലോ എല്ലാവരും കുറേ പേരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്താൽ തീരത്തില്ല. അവിടെ അടിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് ചെറിയ ചെറിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം അവർ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ കമ്മിറ്റി ആയിട്ട് കുറേ സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു കമ്മിറ്റി, ഇത്രയും കമ്മിറ്റി ആയിട്ട് മാറ്റിയത്. അപ്പോൾ ഇത്രയാണ് സ്റ്റേജ് 3 പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് സ്റ്റേജ് 4 നോക്കാം. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തില്ല? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കൂടുതൽ കാര്യങ്ങൾ അവിടെ പറഞ്ഞില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ അടുത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കൊണ്ടാണ്. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിൻ്റെ മെയിൻ കാരണങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ആദ്യം നോക്കാം. അതിൽ ടോട്ടൽ 7 റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് ഡോക്ടർ BR അംബേദ്കർ. BR അംബേദ്കർ എന്ന് പറഞ്ഞാൽ അതിലൊരാളാണ്. അദ്ദേഹമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ചെയർമാനായിരുന്നത്. ഇനി ബാക്കി 6 പേരുണ്ട്. അത് ആരൊക്കെയെന്ന് പറഞ്ഞാൽ അതൊക്കെ ആരൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഗോപാലസ്വാമി അയ്യങ്കാർ. അതായിരുന്നു 7 പേരിൽ ഒരാൾ. ഗോപാലസ്വാമി അയ്യങ്കാർ ഒരാളായിരുന്നു. പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു. KM മുൻഷി ഉണ്ടായിരുന്നു. M സാദുള്ള ഉണ്ടായിരുന്നു. മില്ലർ ഉണ്ടായിരുന്നു. മില്ലർ അല്ലെങ്കിൽ നമ്മളെന്താ മാധവ് റാവു, പിന്നെ TT കൃഷ്ണാചാര്യ. അങ്ങനെ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഡോക്ടർ BR അംബേദ്കർ ഉണ്ടായിരുന്നു, ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, മുൻഷി ഉണ്ടായിരുന്നു, സാദുള്ള ഉണ്ടായിരുന്നു, മധ്വാവ റാവു ഉണ്ടായിരുന്നു, കൃഷ്ണാചാര്യ ഉണ്ടായിരുന്നു. ഇങ്ങനെ 7 പേരായിരുന്നു എന്തിലുണ്ടായിരുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അഡ്വൈസർ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അഡ്വൈസർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന പേരാണ് സർ BN റാവു. സർ BN റാവു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അഡ്വൈസർ. ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ BN റാവു ആയിരുന്നു, അല്ലെങ്കിൽ നാഗേന്ദ്ര റാവു. BN റാവു അല്ലെങ്കിൽ നാഗേന്ദ്ര റാവു എന്ന് പറയാം. ഇനി നമ്മളിതിൽ മെയിനായിട്ട് അറിയാനുള്ളത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തത് എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ October 1947 ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തത്. ഇത് എന്ത് ഡ്രാഫ്റ്റാണ് സബ്മിറ്റ് ചെയ്തത്? ഇനിഷ്യൽ ഡ്രാഫ്റ്റാണ് സബ്മിറ്റ് ചെയ്തത്. ഈ ഇനിഷ്യൽ ഡ്രാഫ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? UK-യിലെയും USA-യിലെയും അയർലൻഡിലെയും ആസ്ട്രേലിയയും ഇങ്ങനെ കുറേ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് അതെല്ലാം കൂടെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പാർട്ട് എടുത്തിട്ട് ഒക്കെ നമ്മളെ കമ്മിറ്റിയിൽ നിന്നുള്ള ഇനിഷ്യൽ റിപ്പോർട്ടും എല്ലാം കൂടെ വച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഡ്രാഫ്റ്റാണ് നമ്മൾ October 1947 സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തതിൻ്റെ
ഈ സബ്മിറ്റ് ചെയ്ത ഡ്രാഫ്റ്റിന്റെ ബലത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയതും. അതുമായിട്ട് ഒരു ഫുൾ ഈ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു കീ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ ഇനിഷ്യൽ ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ആദ്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തുടക്കത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ സ്റ്റേജ് 5. ഈ സ്റ്റേജ് 5 എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരുടെ അണ്ടറിലാണ് വന്നത്? ഡോക്ടർ BR അംബേദ്കറിന്റെ അണ്ടറിൽ വന്നു. പ്രസന്റ് ടു അസംബ്ലിയിൽ പ്രസന്റ് ചെയ്തത് 21 ഫെബ്രുവരി 1948 പ്രസന്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യം നമ്മളൊരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയല്ലോ. ആ ഡ്രാഫ്റ്റിന് എന്ത് ചെയ്തു, നമ്മൾ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻ എല്ലാം അത് കൊടുത്തിട്ട് അതിനെ പാർട്സും ഷെഡ്യൂളും ആയിട്ടെല്ലാം അറേഞ്ച് ചെയ്തു. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എത്ര പാർട്സ് എത്ര ആർട്ടിക്കിൾ എന്നെല്ലാം കൂടെ പറയണ്ടേ. അപ്പോൾ നമുക്ക് അത് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും പിന്നെ 22 പാർട്സ്, ഇത്രയും ചേർന്നായിരുന്നു നമ്മളെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആദ്യം ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ 395 ആർട്ടിക്കിളും 8 പാർട്സും 8 ഷെഡ്യൂളും 22 പാർട്സും ആയിരുന്നു. ഇപ്പം അതെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ 395 മാറി ഇവിടെ എന്തായി, 448 ആർട്ടിക്കിൾസ് ആയി. ഈ 8 ഷെഡ്യൂൾ മാറി എത്ര ഷെഡ്യൂളായി, 12 ഷെഡ്യൂളായി. പിന്നെ ഈ 22 പാർട്സ് മാറി 25 പാർട്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്തു, അമെൻമെന്റ് ചെയ്താണ് ഇങ്ങനെ ആക്കി എടുത്തത്. അപ്പം ഇതിൽ എന്തൊക്കെ വരുമായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, സ്റ്റേറ്റ് സ്ട്രക്ചർ, ഗവൺമെന്റിന്റെ സ്ട്രക്ചർ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു ഇത് ഉണ്ടാക്കിയെടുത്തത്. ഈ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൽ, അതായത് ഓരോ സ്ഥലത്തുള്ള ഗവൺമെന്റിനും ലെജിസ്ലേച്ചറിനും പബ്ലിക്കിനും എല്ലാം ഈ പ്രിന്റഡ് കോപ്പി എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അതാണ് അടുത്ത സ്റ്റേജിൽ പറയുന്നത്. അടുത്ത സ്റ്റേജിൽ പറയുന്നത് പറഞ്ഞാൽ ഇവർ പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തു. അതായത് ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഇത് ഫുള്ള് സർക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു 8 മന്ത് എന്ത് ചെയ്തു, ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ആ ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ അവർക്ക് എത്ര കിട്ടി, 7600 സജഷൻസ് വരെ കിട്ടി. കമൻസ് 7600 കമൻസും സജഷൻസും ആണ് വന്നത്. അതിൽ ഇവരെല്ലാം കൂടെ, ഇതിലെല്ലാം സീരിയസ് ആയിട്ടുള്ള കമൻസോ സജഷൻസോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ റിഫൈൻ ചെയ്ത് അവരെന്ത് ചെയ്തു, റിഫൈൻ ചെയ്തിട്ട് കുറച്ച് സജഷൻസ് ആവശ്യമുള്ളതെല്ലാം എടുത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം കളഞ്ഞിട്ട് അത് വെച്ചിട്ട് വീണ്ടും വർക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തു. അതാണ് അടുത്ത സ്റ്റേജിൽ പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ മോഡിഫൈ ചെയ്തതിന് ശേഷം അടുത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, November 15, 1948 തൊട്ട് October 17, 1949 വരെ എന്ത് ചെയ്തു, എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇതിൽ എത്ര സെക്ഷൻ വന്നെന്ന് പറഞ്ഞാൽ 11 സെക്ഷൻസ് ആണ്. ഇങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോന്ന് വരും, ഒരു ഡിബേറ്റ് വരും, അതിൽ കുറേ സെക്ഷൻസ് കിട്ടും, അത് വീണ്ടും ചെയ്യും. ഇങ്ങനെ 11 സെക്ഷൻ വന്നു. അറൗണ്ട് 165 days ആണ് ഇവരെന്താ ഡീറ്റെയിൽ ഡിസ്കഷന് വേണ്ടി എടുത്തത്. 165 days ആണ് ഡീറ്റെയിൽഡ് ഡിസ്കഷന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എടുത്തത്. ഇത് എത്ര തൊട്ട്, November 15, 1948 തൊട്ട് October 17, 1949 വരെ എടുത്തിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഇതിൽ എത്ര ചെയ്തു, 2000+ അമെൻമെന്റ് ചെയ്തു. അതോ ഓരോ സജഷൻസ് വരുമ്പോഴും അതെല്ലാം കൂടെ ചേർത്ത് 2000 അമെൻമെന്റ്സ് ആണ് നമുക്ക് വരേണ്ടിയിരുന്നത്. പിന്നെ അതിലെല്ലാം കൂടെ ക്ലിയർ ചെയ്ത് എത്ര വേണം എന്നൊക്കെ നോക്കി ഏതൊക്കെ നല്ല സജഷൻസ് മാത്രം എടുത്ത് അങ്ങനെ 500 എണ്ണം എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. 2000 എണ്ണത്തിൽ കൂടുതൽ സജഷൻസ് ആണ് പ്രപ്പോസ് ചെയ്തതെങ്കിൽ അവർ അതെല്ലാം റിഫൈൻ ചെയ്ത് അവർ 500 എണ്ണം എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ ഈ എല്ലാ ആർട്ടിക്കിളും ഡിബേറ്റ് ചെയ്ത് ഡിബേറ്റ് കൊണ്ടുവന്ന് പിന്നെ അതിനുശേഷം വോട്ടെടുപ്പൊക്കെ ചെയ്ത് അസംബ്ലിയിൽ വോട്ടെടുപ്പൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിം വർക്ക് നടന്നത്. അപ്പോൾ ഇത്രയാണ് സ്റ്റേജ് 7-ലുള്ളത്. ഇനി അടുത്ത സ്റ്റേജ് 8-ലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്തു, തേർഡ് ആൻഡ് ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, 14 November 1949 നമ്മളെ ഫൈനൽ റീഡിങ് അല്ലെങ്കിൽ തേർഡ് റീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അഡോപ്ഷൻ ഡേറ്റ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ
26 നവംബർ 1949 നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഈ അഡോപ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 284 മെമ്പേഴ്സിന്റെ സിഗ്നേച്ചറോട് കൂടിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ പുറത്തിറക്കിയത്. അതിലെന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയും കൂടെ ചേർത്താണ് 284 മെമ്പേഴ്സിന്റെ സൈനോട് കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അപ്രൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 26 നവംബർ 1949 നമ്മൾ അഡോപ്റ്റ് ചെയ്തതെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 26 നവംബറിന് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ സ്റ്റേജ് 8 പറഞ്ഞിട്ടുള്ളത്. സ്റ്റേജ് 9 വരുമ്പോൾ എൻഹാൻസ്മെന്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് 26 ജാനുവരി 1950 ആണ് നമ്മൾ ചൂസ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഡിക്ലെയറേഷൻ പൂർണ്ണ സ്വരാജ് 1930 ജാനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തത്. പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തത് 26 ജാനുവരി 1930 ആണ് നമ്മൾ പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. പിന്നെ നമ്മൾ അങ്ങോട്ട് 26 ജാനുവരി 1947 വരെ അത് പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഘോഷിച്ച് വന്നതാണ്. അതിനെ തന്നെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, 26 ജാനുവരി നമ്മളിപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. എന്തായിട്ട്, റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 26 ജാനുവരിയിലാണ് നമ്മൾ പൂർണ്ണ സ്വരാജ് ആചരിച്ചുകൊണ്ടിരുന്നത്. 1930 തൊട്ട് 1947 വരെയും ഇങ്ങനെ ആഘോഷിച്ച് വന്നിരുന്നു. അതിന് ശേഷമാണ് നമുക്ക് റിപ്പബ്ലിക് കിട്ടുന്നത്. അപ്പം റിപ്പബ്ലിക് കിട്ടിയപ്പോഴും ആദ്യം നമ്മൾ പൂർണ്ണ സ്വരാജായിട്ട് ആഘോഷിച്ചതിന് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നുണ്ട്, ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ആരായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ചെയർമാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൈസ് ചെയർമാൻ ആരായിരുന്നു എന്ന് അറിയണം. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് HC മുഖർജി ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് HC മുഖർജി ആയിരുന്നു. അതേപോലെ സെക്കൻഡ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കൂടെ അറിഞ്ഞു വെച്ചിരിക്കുക. അതെന്ന് പറഞ്ഞാൽ TT, നമ്മളെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് TT കൃഷ്ണാചാര്യ. കൃഷ്ണാചാര്യായിരുന്നു നമ്മളെ സെക്കൻഡ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയം അവർ 60 കൺട്രീസ് എന്ത് ചെയ്തു, അവർ വിസിറ്റ് ചെയ്തു. 60 കൺട്രീസ് അവർ വിസിറ്റ് ചെയ്തു. അറൗണ്ട് 141 ഡേയ്സ് എടുത്തു. അവരെന്ത് ചെയ്തു, ഡേയ്സ് എടുത്താണ് അവരെന്ത് ചെയ്തത്, ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. എന്നിട്ട് അതിനെന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു, പ്രിയാമ്പിൾ, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ത് ചെയ്തു, പറഞ്ഞു. അതിനുശേഷം ജാനുവരി 27, 1947 എന്ത് ചെയ്തു, നമ്മൾ പ്രിയാമ്പിൾ ഫുഡ് ഫോർവേഡ് ചെയ്തു. അതിനുശേഷം ഫെബ്രുവരി 1, 1947 പ്രിയാമ്പിൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിലുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ 11 സെക്ഷൻസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. 165 ഡേയ്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ ഡിബേറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി ഇങ്ങനെ ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കി എടുത്തത്. ഇനി ഇതിലൊരു കീ ഹൈലൈറ്റ്സ് പോലെ നമുക്ക് പറയാനെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ 2 year 11 month 18 days എടുത്താണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതേപോലെ അതിൽ 11 സെക്ഷൻസ് ഉണ്ടായിരുന്നു. 165 ഡേയ്സ് ഓഫ് ഡിബേറ്റും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അപ്രോക്സിമേറ്റ്ലി 64 lakhs ആണ് നമുക്ക് ആയത്. അതെന്ന് പറഞ്ഞാൽ 6.4 million റുപ്പിയാണ്. പിന്നെ അടുത്ത് നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതിലാണ്, മെയിനായിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ചെയ്തത്. പിന്നെ 284 മെമ്പേഴ്സ് സൈൻ ചെയ്ത ഫൈനൽ ഡോക്യുമെൻ്റ് 284 മെമ്പേഴ്സാണ് സൈൻ ചെയ്തത്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ അറിയാനുള്ളത്, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആരെയാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെയാണ്. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് അറിയുമ്പോൾ ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് പറയണമല്ലോ. അപ്പോൾ സ്മോളസ്റ്റ് ആരെയെന്ന് ചോദിച്ചാൽ നമുക്ക് USA കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് USA കോൺസ്റ്റിറ്റ്യൂഷനാണ്.
പിന്നെ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളോട് അറിയാനുള്ളത് നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? ജാനുവരി 26, 1950 എന്ന് ചോദിക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിങ് ടു ഫോഴ്സ് ഓൺ എന്നാന്ന് ചോദിച്ചാൽ എന്ത് പറയാം? 26 ജാനുവരി 1950 എന്ന് പറയാം. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ എഫക്ട് ഫ്രം എന്നൊന്ന് ചോദിച്ചാലും നമുക്ക് എന്തെന്ന് പറയാം? ജാനുവരി 26, 1950 എന്ന് പറയാം. പിന്നെ 1947 നവംബർ 26 എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡാപ്റ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആഗസ്റ്റ് 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്തത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ലാസ്റ്റ് സെഷൻസ് നടന്നത് 24 ജാനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ലാസ്റ്റ് സെഷൻ നടന്നത്. ആ ലാസ്റ്റ് സെഷനിലുള്ള മെമ്പേഴ്സാണ് 284. ഈ ലാസ്റ്റ് സെഷനിലുള്ള മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഡോക്യുമെന്റ് സൈൻ ചെയ്തത്. അതുകൊണ്ട് ലാസ്റ്റ് സെഷൻ, അതായത് 24 ജാനുവരി 1950 ലാസ്റ്റ് സെഷൻ നടന്നത്. അന്ന് 284 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ സൈൻ ചെയ്തു. ഈ സൈൻ ചെയ്യുമ്പോൾ ആരാദ്യം സൈൻ ചെയ്തു എന്ന് വരൂലേ? ആരാണ് ആദ്യം സൈൻ ചെയ്തത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ചെയർമാനായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ആണ് ഫസ്റ്റ് സൈൻ ഇട്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഫസ്റ്റ് സൈൻ ചെയ്തത്. അതേപോലെ തന്നെ ഈ ലാസ്റ്റ് ഡേ 24 ജാനുവരി 1950 തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളെ നാഷണൽ ആന്തം പിന്നെ നാഷണൽ സോങ്, നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അന്ന് തന്നെയാണ് ഈ 24 ജാനുവരി 1950 തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടെ അതിൽ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ജാനുവരി 1950 ആയിരുന്നു ലാസ്റ്റ് ഡേ. അന്നാണ് നമ്മൾ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വന്നു തന്നെയാണ്. പിന്നെ ഫസ്റ്റ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ആയിരുന്നു. അന്ന് ലാസ്റ്റ് മീറ്റിങ്ങിൽ 284 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ 284 മെമ്പേഴ്സും സൈൻ ചെയ്തതാണ് നമ്മളെ ഫൈനൽ ഡോക്യുമെന്റ്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നമ്മൾ എഴുതിയത്. പിന്നെ ഏറ്റവും ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2 ഇയർ 11 മന്ത് 18 ഡേയ്സ് ആയിരുന്നു. ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെയാണ്. സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ USA പിന്നെ 11 സെക്ഷൻസ്, 165 ഡേയ്സ് ഓഫ് ഡിബേറ്റ് എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഫസ്റ്റ് സ്റ്റേജ് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അറിയേണ്ടത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും അമെൻമെന്റിനെ കുറിച്ചും അതൊക്കെയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ. അതെല്ലാം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. എല്ലാവരും ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.